നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കഴിഞ്ഞ ദിവസം PK ശശിധരൻ സാർ പറഞ്ഞ ആ ഒരു പ്രസ്താവന അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആലോചിക്കും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. ശാസ്ത്രം ഒരിക്കലും ആര് പറയുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല. റോയൽ സൊസൈറ്റി ലണ്ടനിലെ അവിടെ വാളുകളിൽ കുറിച്ച പോലെ നള്ളിസ് എൻ വെർബ എന്നാണ്, ടേക്ക് നോബഡീസ് വേർഡ്സ് ഫോർ ഇറ്റ്. ഇനി നാളെ ന്യൂട്ടൺ വന്നിട്ട് പറയാണ് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളില്ലല്ലോ. അതുപോലെയുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിൽ കുറേ കാലം വർക്ക് ചെയ്തു എന്നുകൊണ്ട് മാത്രം അവർ പറയുന്നത് ശരിയാവണം എന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിലെ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജിയോ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രിക്കോഷൻസോ ഒന്നും എടുക്കേണ്ടതില്ല. എല്ലാവർക്കും കോവിഡ് വരും, വളരെ കുറച്ച് മരണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ ഭക്ഷണക്രമത്തിനും ജീവിതശൈലിയിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അദ്ദേഹത്തിന് നേരത്തെയുള്ള ഒരു ഒബ്സഷന്റെ ഭാഗമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം തുടക്കം മുതൽ തന്നെ, അതായത് ആദ്യം തൊട്ടേ ഈ സ്ട്രാറ്റജി പറയുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ലോകത്ത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഏറ്റവും കൗതുകമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന് മാതൃകയായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം സ്വീഡനാണ്. ഒരു രാജ്യമായിട്ട് പറയുന്നത്, മാതൃകയായിട്ട് പറയുന്നത് സ്വീഡനാണ്. അത് എത്രത്തോളം വസ്തുതാവിരുദ്ധമാണെന്നുള്ള കാര്യം പറയാം. അതിന് മുന്നോടിയായിട്ട് അതിൽ പറയുന്നൊരു കാര്യം സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് കാര്യമായിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ച് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തോന്നും അതല്ലേ ചെയ്യേണ്ടത്, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് അല്ലേ ആദ്യം മാറ്റേണ്ടത് എന്നുള്ളത്. ആ ക്രോണോളജി എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. അതായത് ഒരു നാട്ടിൽ ഒരു ചേരിയിൽ തീ പിടിക്കാമെന്ന് വിചാരിച്ചോ. ആ ഏരിയയിൽ കാര്യമായിട്ട് തീ പിടിക്കുന്ന സമയത്ത് അവിടെ തീ പിടിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വളരെ അടുത്തടുത്ത് വീടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അവിടെ മേൽക്കൂരകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓല വെച്ചായിരിക്കാം, അതുകൊണ്ടായിരിക്കും തീ പെട്ടെന്ന് പിടിക്കുന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇപ്രാവശ്യം ഇല്ലാത്തതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അവർക്ക് ദാരിദ്ര്യം കൊണ്ടായിരിക്കാം. ആ ദാരിദ്ര്യത്തിന് ഒരു കാരണം അവിടെ ആളുകൾ മദ്യപിക്കുന്നു, അവിടെ പുരുഷന്മാർ മദ്യപിക്കുന്നത് കൊണ്ടാണ് എന്ന് വെക്കൂ. അങ്ങനെ തീ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? അവിടെ തീ പടരാതിരിക്കാൻ ശ്രമിക്കും. അവിടെ നിന്ന് ആളുകളെ മാറ്റും, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റും. അവിടെ തീ പടരാൻ എന്തൊക്കെ സാധ്യതയുണ്ടോ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കും. ആ തീ പടർന്ന ആരെങ്കിലും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അവരെ നമ്മൾ അവിടുന്ന് മാറ്റി ചികിത്സിക്കാൻ കൊണ്ടുപോകും. ആ ചികിത്സകൾ ചിലപ്പോൾ ICU വേണ്ടി വരും, വെന്റിലേറ്റർ വേണ്ടി വരും, എല്ലാ സംവിധാനങ്ങളും വേണ്ടി വരും. ആ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് രീതി. അവിടെ ഒരാൾ പറയുകയാണ്, അവിടെ ആരെങ്കിലും വന്ന് പറയുകയാണ്, ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതൊന്നുമല്ല ഇതിൽ ചെയ്യേണ്ടത്, മദ്യപാനം കുറക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയാ, മദ്യപാനം കുറക്കുക ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ആവശ്യം, ഒരു പാൻഡമിക്കിന്റെ സമയത്ത് ആവശ്യം അതിനെ പാൻഡമിക്കിനെ നേരിടുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അതിനെ നേരിടുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ മദ്യപാനം കുറയ്ക്കാൻ ആവശ്യം എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അവിടെയാണ് ഏറ്റവും പ്രശ്നം. മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റ് പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിലല്ല പ്രശ്നമുള്ളത്, മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു ഇംപ്രഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു മിസ്റ്റേക്കാണ്. ഒരു കൗതുകകരമായ കാര്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വീഡനെ ഉദാഹരിച്ചു എന്നുള്ളതാണ്. സ്വീഡനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്നുള്ളത്. ലോകത്തിൽ ഇഷ്ടംപോലെ പഠനങ്ങൾ സ്വീഡൻ നടത്തിയ സ്ട്രാറ്റജിയിലെ തെറ്റുകൾ, ഏറ്റവും വലിയ തെറ്റുകളെ കുറിച്ചിട്ട് പല സ്റ്റഡീസ് ഉണ്ട്. വിർജീനിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാരോലിൻസ്ക യൂണിവേഴ്സിറ്റി ഉണ്ട്, പല യൂണിവേഴ്സിറ്റി അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കാം. സ്വീഡനിലെ എത്ര പേര്, 10 ലക്ഷത്തിൽ എത്ര പേര് മരിച്ചു എന്നുള്ള കണക്ക് നോക്കിയാൽ 573 പേരാണ് സ്വീഡനിലെ 10 ലക്ഷം പേരിൽ മരിച്ചത്. കേരളത്തിൽ അത് 5ആണ്. അതായത് 4.67ആണ്. 5 കൂട്ടിക്കോ, വേണമെങ്കിൽ മറ്റെല്ലാ മിസ്സായി പോയ മരണങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ കൂട്ടിക്കോ, എന്നാൽ 5 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളുടെ 100 ഇരട്ടിയാണ് അവിടുത്തെ മരണങ്ങൾ, ഡെത്ത് പെർ മില്യൺ. ആ കണക്കിൽ വരികയാണെങ്കിൽ കേരളത്തിൽ ഈ സമയം 20,000-ൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടായേനെ. അതാണ് അതിൽ ഗൗരവം. സ്വീഡൻ ഉദാഹരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ എന്താണ് സ്വീഡൻ ലാഭിച്ചു എന്ന് പറയുന്നത്? അവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വീഡൻ എടുത്ത സ്ട്രാറ്റജി പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തീർത്തും ലോക്ക്ഡൗൺ ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ വോളണ്ടറി സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്. അവിടെ 82% ആളുകൾ ആ വോളണ്ടറി സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വിധേയമായിരുന്നു. മാത്രമല്ല അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ പ്രതിശീർഷമായിട്ട് ലഭ്യമായിരിക്കുന്ന ICU സംവിധാനങ്ങളും വെന്റിലേറ്റർ സംവിധാനങ്ങളും കേരളത്തെക്കാൾ വളരെ കൂടുതലാണ്. വെന്റിലേറ്റർ ICU ഒന്നും വേണ്ടാന്നാണ് ഈ സാറിൻ്റെ വാദമുള്ളത്. പക്ഷേ എന്നാലും അവിടെ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. എന്നിട്ടും അവിടെ ഇത്രയും മരണങ്ങളുണ്ടായി. അതിനെ അന്വേഷിച്ച് പോയ സമയത്ത് മറ്റൊരു കാര്യം വിർജീനിയ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയൊരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി വെന്റിലേറ്റേഴ്സിൻ്റെയും ICUയുടെയും ഓവർലാപ്പ് അത്രയും കൂടുതൽ അവിടെ സൗകര്യം ഉണ്ടായിട്ട്
അത് വല്ലാതെ ഓവർനേഷൻ അത് ക്രഷ് ചെയ്ത് പോയിട്ട് മാത്രമല്ല അവിടുത്തെ സിസ്റ്റം ഫെയിലായത്. അതിനേക്കാൾ കൂടുതലുണ്ടായത് അവിടെ വയോജനങ്ങളിലേക്ക് ഇൻഫെക്ഷൻ കാര്യമായി പടർന്നു എന്നുള്ളതാണ്. സ്വീഡന്റെ സ്ട്രാറ്റജി ആദ്യ കാലഘട്ടത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടിയിരുന്നു. ഒരു അൺകോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജി, ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതിൽ വ്യത്യസ്തമായി ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതിന് കാരണമായിരുന്ന ഒരു ചീഫ് സ്റ്റേറ്റ് എപ്പിഡമോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ആൻഡർ ടെക്നൽ എന്നുള്ളത്. ഈ ആൻഡർ ടെക്നൽ സ്ട്രാറ്റജി ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് ഇത് കിട്ടിയപ്പോൾ എപ്പോഴാണ് അത് പാളിപ്പോയെന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് അതിന്റെ സ്വീകാര്യത നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, കെയർ ഹോമുകളിലേക്കും വയോജനങ്ങളിലേക്കും രോഗം പടർന്നപ്പോൾ അവർ റിവേഴ്സ് ക്വാറന്റൈൻ ഒക്കെ പറഞ്ഞു. പക്ഷെ റിവേഴ്സ് ക്വാറന്റൈൻ വെച്ചാൽ രോഗവ്യാപനം ഉണ്ടാകുന്ന സമയം എങ്ങനെയെങ്കിലും ഇവിടെ എത്തും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളം ഒരേ സമയം റിവേഴ്സ് ക്വാറന്റൈനും ബ്രേക്ക് ദ ചെയിനും പറയുന്നത് എല്ലാ തലങ്ങളിലും അത് നേരിടാൻ വേണ്ടിയാണ്. അല്ലാതെ രോഗം വ്യാപിക്കാൻ അനുവദിക്കുകയും ഒരു സമയത്ത് റിവേഴ്സ് ക്വാറന്റൈനും മറ്റും ചെയ്യാൻ മാത്രം നിന്ന് കഴിഞ്ഞാൽ ആൻഡേഴ്സ് ടെക്നിലിന് പറ്റിയ പോലെ ഈ ഒരു സ്ട്രാറ്റജിക്കൽ എറർ അതിൻ്റെ അകത്തുണ്ടായി. അപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ വ്യാപകമായിട്ട് മരണങ്ങളുണ്ടായി. അത്രയേറെ സിവിക് സെൻസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ തന്നെ അത്രയേറെ ആളുകൾ 82% ആളുകൾ വോളണ്ടറി സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്തിട്ട് കൂടി 30% ആളുകൾ വീടുകളിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ഈ റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ഇരിക്കാൻ തീരുമാനിച്ച ഒരു ആ നാട്ടിലെ മരണമാണ് പറയുന്നത് കേരളത്തിന്റെ 100 ഇരട്ടിയാണ് 10 ലക്ഷത്തിൽ ആളുകൾ മരിച്ചിട്ടുള്ളത്. 10 ലക്ഷത്തിൽ കേരളമുണ്ടായ മരണത്തിന് 100 ഇരട്ടിയാണ് അവിടെ. കാരണം ഡെത്ത് പെർ മില്യൺ ആണ് ഏറ്റവും ഒരു എപ്പിഡമിക്കിന്റെ ഏറ്റവും അവസാനത്തെ കണക്കുകൾ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പാളിയ സ്ട്രാറ്റജിയെ വെച്ചാണ് അതിനെ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന എനിക്ക് തോന്നുന്ന ഒരു അപ്ഡേഷന്റെ പ്രശ്നമായിരിക്കാം. ഒരു കാര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങളുടെ ഒബ്സഷൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഫാമിലി മെഡിസിനിന്റെ കാര്യമോ നമുക്ക് ന്യൂട്രീഷനെ കുറിച്ചോ ബാലൻസ് ഡയറ്റിനെ കുറിച്ചോ ഒബ്സഷൻസ് ഉണ്ടാവാം. അത് കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്യാം. പക്ഷെ ആ കാര്യങ്ങൾ അപ്പോൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ കാണുന്ന ഇന്ന് ആ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകൾ പലരും അതിനെ കൂട്ടി വായിക്കുന്ന കുറെ കാര്യങ്ങളോടൊപ്പമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതിനെ വാക്സിൻ വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വാക്സിനുകൾ വേണ്ട, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. വാക്സിൻ ഇല്ലാത്ത ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന്. മറ്റേ ചിലർ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ലോബിയുടെ ഇത് മാറിയിരിക്കുന്നു, ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, കണ്ടെയ്ൻമെന്റ് ഇക്കോണമിയൊക്കെ തകർത്ത ഒരു വലിയ ശക്തിയാണ് ഇത്, അങ്ങനെ ഇക്കോണമി തകർക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ സ്വീഡന്റെ കാര്യം തന്നെ എടുക്കാം. സ്വീഡന്റെ ഇക്കോണമി എത്രത്തോളം അതിനെ തുടർന്ന് തകർന്നിരിക്കുന്നു എന്ന് അറിയണം. 5% അതിന്റെ റിഡക്ഷൻ GDP-യിൽ റിഡക്ഷൻ ഉണ്ടാവുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. സ്വീഡിഷ് ബാങ്ക് അടക്കം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കൂടാതെ ഇഷ്ടംപോലെ സ്കാൻഡിനേവിയൻ ബാങ്ക്, അതുകൂടാതെ ഇഷ്ടംപോലെ സ്റ്റഡീസ് അതിനെക്കുറിച്ചുണ്ട്. പിന്നെ അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടായിരുന്ന 7% 9% ആയിട്ട് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അവിടെ തന്നെ നോക്കാം, അവിടെ ഒരു സ്കാൻഡിനേവിയൻ നേഷൻസിൽ അവർ പരസ്പരം ട്രാവൽ ചെയ്യാൻ വേണ്ടി അനുവദിച്ച സ്ഥലങ്ങളിൽ ഈ നോർവേ ആയാലും ഫിൻലൻഡ് ആയിക്കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആയിക്കഴിഞ്ഞാൽ അവർ പരസ്പരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്വീഡന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് അവിടെ കുറവാണെന്ന് തന്നെ മറ്റ് രാജ്യങ്ങൾ അവർക്ക് എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വതവേ സ്കാൻഡിനേവിയൻ നേഷൻസ് തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ പോലും ഇതിൽ അവർ ശരിക്കും ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആൻഡർ ടെക്നൽ പിന്നീട് പറഞ്ഞത് ഇനിയൊരു അവസരമുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി എല്ലാം പ്രയോഗിക്കുക എന്നുള്ളതും വളരെ കൂടുതൽ ആളുകൾ മരിച്ചുപോയി എന്നുള്ളതും. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറല്ലാത്തതുകൊണ്ടാണ് ലോകത്തിലെ മാതൃകകൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും, ആ ഐഡിയ പറയുകയും ചെയ്യാം. പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തെറ്റായ ധാരണകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുണ്ടാക്കുന്നത് നാളെ ഇതൊന്നും പാലിക്കേണ്ടതില്ല, സാമൂഹിക അകലം പാലിക്കേണ്ടതില്ല, മാസ്ക് ധരിക്കേണ്ടതില്ല, കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി എടുക്കേണ്ടതില്ല, നമ്മൾ ക്വാറന്റൈനിൽ പോകേണ്ടതില്ല എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയാണ് ഇത് വലിയ ഡേഞ്ചറസ് ആവുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദ ചെയിൻ. ശാസ്ത്രീയമായ രീതികൾ മാത്രം അവലംബിക്കുക. ക്വാറന്റൈൻ സംവിധാനങ്ങളെയും നമ്മൾ രോഗവ്യാപനം ഇത്രയും തടഞ്ഞു നിർത്തിയത് സ്വീഡനേക്കാളും ആരോഗ്യ സംവിധാനങ്ങൾ പുറകിലാണെങ്കിൽ പോലും, സ്വീഡനേക്കാളും പ്രതിശീർഷമായ വെന്റിലേറ്റേഴ്സും ഇതൊക്കെ കുറവാണെങ്കിൽ പോലും അവർക്കാളും 100 ഇരട്ടി കുറവാണ്. അത് വെച്ചാൽ നമ്മളെക്കാളും 100 ഇരട്ടി കൂടുതലാണ് അവരെ മരണമെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിയ ജാഗ്രത കൊണ്ടാണ്. ആ ജാഗ്രതയിൽ ഒരല്പം പോലും വിട്ടുവീഴ്ച ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടാക്കരുത്. ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ. താങ്ക് യു വെരി മച്ച്.